ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മൾ കമ്പനിയിൽ കാണിച്ച ആ ഫോൺ. 23,000 അങ്ങാണ്ട് വിലയുള്ള ഫോണാണിത്. ഇത് നമുക്ക് 2,000 ഇങ്ങനെ കിട്ടാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയണത്. അപ്പോൾ ഇത് ഓപ്പോയുടെ F23 എന്ന് പറഞ്ഞൊരു മോഡലാണ്. 5G ഫോണാണ്. ഇതിൻ്റെ സൈഡൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും. ഒരു ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത്. അടിയിൽ ടൈപ്പ് സി ചാർജിങ് ആണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൈമറി ക്യാമറ 64 മെഗാ പിക്സലിൻ്റെ വരുന്നുണ്ട്. അതല്ലാതെ വേറെ 2 ക്യാമറകളുണ്ട്. ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിൻ്റെ ക്യാമറയാണ്. ഡിസ്പ്ലേ നോക്കുമ്പോൾ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ഉള്ള ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ്സും അത്യാവശ്യം നന്നായിട്ടുണ്ട്. ഇതിൻ്റെ ബോട്ടിക്ക് വരാണെങ്കിൽ നോക്കിയാൽ കാണാൻ പറ്റും. 8 GB റാമും 256 GB റോമും വരുന്നുണ്ട്. ഡയമൻസിറ്റി 700 ഒക്ടാകോർ പ്രൊസസ്സറാണ് വരുന്നത്. അതുപോലെ തന്നെ ഫുൾ HD ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുണ്ട്, HD+. പിന്നെ ആൻഡ്രോയിഡ് വെർഷൻ 13 ആണ്. പക്ഷെ ആ 13ൻ്റെ UI ഒന്നല്ല നമ്മളിനകത്ത് കാണുന്നത്. മോഡൽ നമ്പർ വേണമെങ്കിൽ നെറ്റിലടിച്ച് നോക്കാം. CBH 2527. അതുപോലെ തന്നെ ഇത് ബേസ്മെൻറ്റും കേരള വെർഷനൊക്കെയാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ സംശയം തോന്നുന്നവരുണ്ടാവാം. അതിന് സ്ഥിരം ഫോണൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടവർക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ സംശയം ഉണ്ടാവും. പിന്നെ നമുക്ക് ബാക്ക് വരാണെങ്കിൽ ഇവിടെ IMEIയും IP അഡ്രസ്സും കൊടുത്തിട്ടുണ്ട്. അത് തുറക്കാനുള്ള ഡയമൻസിറ്റി. ഇത് 8 GB റാം ഉണ്ടെങ്കിലും ഡയമൻസിറ്റി 700ൻ്റെ പ്രൊസസ്സറാണെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ ചെറിയ ഹാങ് ഒക്കെ കാണാം. അതുപോലെ തന്നെ ഈ ഒരു ഫയൽ മാനേജർ എടുക്കുമ്പോഴും പണ്ടത്തെ ഒരു വെർഷൻ്റെ ഒരു ഇതൊക്കെയാണ് പറഞ്ഞത്. ഐക്കൺസ് ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. സത്യം പറഞ്ഞാൽ അതൊരു കോപ്പി ഫോണാണ്. ഇത് കസ്റ്റമർ പറ്റിക്കപ്പെട്ടതാണ്. ആള് ഡൽഹിയിൽ വെച്ച് വാങ്ങിച്ചതാണ്. ഇത് ഏകദേശം 8,000 രൂപയ്ക്ക് സെക്കൻഡ് ഹാൻഡ് ആണെന്ന് പറഞ്ഞ് ഒരാൾ പറ്റിച്ച് കൊടുത്തതാണ്. അപ്പോൾ നമുക്ക് ഫോണൊക്കെ സ്ഥിരം പിടിക്കുന്ന ആൾക്കാർക്ക് ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റിയത് ഒരു കോപ്പിയാന്നുള്ളത്. പക്ഷെ ആൾ ഇതിൻ്റെ ബ്രൈറ്റ്നസ് ഒക്കെ കണ്ടപ്പോൾ ഒറിജിനലാന്ന് വിചാരിച്ചു. ഇതുപോലെ ഒരുപാട് ഉടായ്പകൾ നടക്കുന്നുണ്ട്. ശരിക്കും ഈ ഫോൺ ഒറിജിനൽ എന്ന് പറയുന്നത് ഏകദേശം 23,000 അങ്ങനെ ഉണ്ടായിരുന്നു ഇറങ്ങിയ സമയത്ത്. നമുക്ക് ഇനി ഒരു ബാക്ക് പാനൽ അഴിച്ച് നോക്കാം. നമ്മളത് കസ്റ്റമറിന് മുമ്പിൽ വെച്ച് അയച്ച് കാണിച്ചു കൊടുത്തു. ആൾക്കത് നമ്മൾ പറഞ്ഞിട്ടൊരു വിശ്വാസം വരാത്തതുകൊണ്ട് നമ്മൾ അഴിച്ച് കാണിച്ചു കൊടുത്തു. നമുക്കത് നെറ്റ്വർക്ക് പ്രശ്നമായിട്ട് വന്നതാണ്. ഇത് തുറന്നാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ക ചൈനീസ് സാധനം. ഈ സാധനം ഒന്നും ഒരു ക്വാളിറ്റി ഇല്ല. ഈ ബാറ്ററി ഒക്കെ നോക്കിയാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ക്യാമറ ഇത് ഡമ്മിയാണ്. ആകെ അടിയിൽ പറഞ്ഞാൽ ഒരു ചെറിയൊരു VGA ക്യാമറ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡമ്മി ക്യാമറകളാണ്. ഇതൊക്കെ നമുക്ക് സാധാരണ പുറത്തുനിന്ന് നോക്കിയാൽ മനസ്സിലാവും. ക്യാമറ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ഡമ്മിയാന്നുള്ളതൊക്കെയും. പക്ഷെ ആളത് ശ്രദ്ധിച്ചില്ല. അതുപോലെ തന്നെ ഒരു ഫ്ലാഷ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് ഭാഗ്യത്തിന്. പിന്നെ സ്ക്രൂ പോലും ഇല്ല. ആകെ അവിടെ ഇവിടെ 3-4 സ്ക്രൂ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് റിപ്പയർ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് റിപ്പയർ ചെയ്തിട്ടും കാര്യമില്ല. ഇതിൻ്റെ ഡിസ്പ്ലേ ഒക്കെ ആള് കണ്ടപ്പോൾ വിചാരിച്ചു ഒറിജിനലാണ്. പക്ഷെ ഇതൊക്കെ വളരെ ലോ ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ബ്രൈറ്റ്നസ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ തുടർന്നൊന്നല്ല പറഞ്ഞത്. ഇതൊക്കെ ഈ 8,000 രൂപ കൊടുത്ത് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ മണ്ടത്തരാണ്. ഇപ്പം ഇതുപോലത്തെ കുറേ ചതികൾ നടക്കുന്നുണ്ട്. പിന്നെ വേറൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് ബില്ല് കിട്ടിയ ആൾക്ക്. ബില്ലെന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ കോപ്പി ഫോൺ ഉണ്ടാക്കിയ ആൾക്കാണ് ഒരു ബില്ല് ഒപ്പിക്കാൻ പാട്. നമ്മൾ സാധാരണ ബില്ല് വാങ്ങിക്കണം എന്തിനാ? ആ ബില്ലിലുള്ള കടയിൽ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പർച്ചേസ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ആ പർച്ചേസിൻ്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബില്ല് വയ്ക്കണത്. അതിന് ഈ പൊതുവെ ഓൺലൈൻ ഫോണുകൾക്ക് വലിയ ഡിമാൻഡ് ഇല്ലാത്തത്. കാരണം അതിൻ്റെ ബില്ല് നമുക്ക് എൻക്വയറി ചെയ്യാൻ പറ്റില്ല. അവിടെ വിളിച്ച് വയ്ക്കാനൊന്നും പറ്റില്ല. ഇങ്ങനെ ഒരു ബില്ല് ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള പരിപാടിയാണ്. ഒരു ഫേക്ക് ആയിട്ടുള്ള GST നമ്പറും കൊടുത്തു കഴിഞ്ഞാൽ ആരും പെട്ടെന്നത് നോക്കാനൊന്നും പോകില്ല. കാരണം ബില്ലുണ്ടല്ലോ എന്ന് വിചാരിച്ച് വാങ്ങിക്കും. അപ്പോൾ ബില്ലല്ല, ഫോണിൻ്റെ കണ്ടീഷനാണ് നമ്മൾ നോക്കേണ്ടത്. ഫോൺ ഇതിപ്പോൾ വേറെ കംപ്ലൈൻ്റ് ഉണ്ട്, ഒറിജിനലാണ്. പക്ഷെ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ആൾക്ക് റെഡിയാക്കി എടുത്താലും അത് ഒരു നഷ്ടം വരില്ലായിരുന്നു. ഇപ്പോൾ ക്യാമറ നോക്കിയാൽ കാണാൻ പറ്റും. ഈ ക്യാമറയുടെ ക്ലാരിറ്റി നോക്കിയാലും മതിയായിരുന്നു. കാരണം ഒരു 64 MB ക്യാമറ എന്ന് പറയുമ്പോൾ നമ്മൾ സൂം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പിക്സലൊക്കെ അതിനകത്ത് കിട്ടേണ്ടതാണ്. ഇതൊട്ടും ക്ലാരിറ്റി ഇല്ല. കാണിച്ചു തരാം. കണ്ടോ, ഒരു 2 മെഗാ പിക്സലൊക്കെ ഉണ്ടാവുള്ളൂ ഈ ക്യാമറ. ഇത് നമുക്ക് തിരിച്ച് സെറ്റ് ചെയ്ത് ആൾക്ക് തന്നെ കൊടുക്കണം. അപ്പോൾ ആളെന്തെങ്കിലും ചെയ്തതൊന്ന് ശരിയാക്കാനാണ് ചോദിച്ചത്. പക്ഷെ നമുക്ക് അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. ചെയ്തിട്ടും കാര്യമില്ല. നമുക്ക് എന്ത് പറഞ്ഞ ആളിന്ന് പൈസ വാങ്ങിക്കാം. ഇത് എത്ര നാൾ നിൽക്കുന്നൊന്നും നമുക്കൊരു ഉറപ്പും പറയാൻ പറ്റില്ല. ഇതുപോലത്തെ ചതികൾ ഒരുപാട് നടക്കുന്നുണ്ട്. നമ്മൾ ഈ OLX എന്നൊക്കെ ഫോൺ എടുക്കുമ്പോൾ, OLX തന്നെയല്ല, കടകളിൽ പോയി എടുക്കുകയാണെങ്കിലും നമ്മൾ ആദ്യം ഇതിനെ പറ്റി ഒന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇതെങ്ങനെയൊക്കെയാണ് തട്ടിപ്പുകൾ നടക്കണേന്നുള്ളത്. അല്ലാത്തവർ പറ്റിക്കപ്പെടും. നമ്മുടെ ചാനലൊക്കെ കയറി നോക്കുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതെങ്ങനെയൊക്കെ നമുക്ക് സ്വന്തമായിട്ട് ചെക്ക് ചെയ്യാം. മറ്റൊരാളുടെ ഹെൽപ്പ് ഇല്ലാതെ എങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. പിന്നെ ഫോൺ അഴിച്ചു നോക്കണമെന്നും ആർക്കും പറ്റില്ല. കാരണം നമ്മളൊരു ഫോൺ എടുക്കാൻ പോകുമ്പോൾ അത് അഴിച്ചു നോക്കണം എന്ന് പറയണത് മര്യാദ അല്ല. അത് അവർ സമ്മതിക്കില്ല.
അല്ലാതെ തന്നെ നമുക്ക് അതിൻ്റെ കംപ്ലൈൻറ്റുകളൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നാണ് നമ്മൾ പറയുന്ന വീഡിയോകളൊക്കെ നമ്മൾ എടുത്തിടും. നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലെ തന്നെ നമുക്ക് 2 ദിവസം മുമ്പ് ഒരു J7 Plus കിട്ടിയിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതുപോലെ തന്നെ കോപ്പി ഫോണാണ്, പക്ഷെ ആളത് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതാണ്. കോപ്പിയാന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വാങ്ങിച്ചതെന്ന് തോന്നുന്നു ആളുടെ സംസാരം. നമ്മളിത് കോപ്പിയാന്ന് പറഞ്ഞപ്പോൾ ആൾക്ക് വലിയ ഞെട്ടലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കണമെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത്ര വിലയൊന്നും കൊടുത്ത് 8,000 രൂപ ഒന്നും കൊടുത്ത് വാങ്ങിക്കരുത്. പിന്നെ 23,000-ൻ്റെ ഫോൺ 8,000-ന് കിട്ടാന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു ഉടായിപ്പ് നമുക്കൊരു കോമൺ ആയിട്ടുള്ള ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാവുന്നുണ്ടായിരുന്നുള്ളൂ, പക്ഷെ ആളെ ചിന്തിച്ചില്ല. അപ്പോൾ എല്ലാവരും അവെയർ ആയിട്ടിരിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.